വലിച്ചെറിഞ്ഞു. സുവിശേഷ വിരോധികൾ അനേകരെ പഴിപ്പിച്ച ഇരുമ്പുകെട്ടലിൽ കിടത്തി പൊരിച്ചു കൊന്നു. അനേകരുടെ കണ്ണുകളും കാതുകളും അവർ പിഴുതെടുത്തു. അനേകരെ ഉമിത്തിക്കകത്തിട്ട് നീറി കൊല്ലുവാൻ അനുവദിച്ചു. അനേകരെ കല്ലെറിഞ്ഞു കൊന്നു. അനേകരെ ഈർച്ചവാളാൽ കൊന്നു. മാത്രമല്ല, അനേകരുടെ നാവ് അവർ പിഴുതെടുത്തു. യേശുവിന്റെ നാമം ഉച്ചരിച്ചുവെന്ന കാരണത്താൽ അനേകരുടെ നാവ് പിഴുതെടുത്തു. സ്നേഹിത, അങ്ങനെ ആദ്യത്തെ 3 നൂറ്റാണ്ടിനുള്ളിൽ ഒരു 30 ലക്ഷമെങ്കിലും ദൈവമക്കൾ ഈ ഭൂമിയിൽ പിടഞ്ഞു വീണു ചത്തുവെന്ന കാര്യം വിസ്മരിക്കരുത്. മാത്രമല്ല, നമ്മുടെ ഭാരതം അത്ര മെച്ചമല്ല. 1-ാം നൂറ്റാണ്ടിൽ ദൈവഭക്തനായ തോമാസ് ലീഗായുടെ ചോര കൊണ്ട് ഈ മണ്ണ് ചുമന്നതാണ് എന്ന കാര്യം മറന്നു പോകരുത്. അങ്ങനെ നിരവധി ദൈവമക്കൾ ഈ ഭൂമിയിൽ അവരുടെ ചോര ചൊരിഞ്ഞു. അവരിവിടുന്ന് മാറ്റപ്പെട്ടു. എന്റെ ചോദ്യം, കർത്താവിന്റെ കൽപ്പന ഒരു കരണം അടിച്ചാൽ മറുകരണത്തെ കാണിച്ചു കൊടുക്കുക, ശത്രുവിനെ സ്നേഹിക്കുക, ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് ക്രൈസ്തവർ ചെയ്യുന്നത്. ഞങ്ങളുടെ മാർഗം അതാണ്. പക്ഷേ അവന്റെ ഭക്തന്മാരെ തൊട്ടാൽ, നീതിമാന്മാരെ തൊട്ടാൽ ദൈവം എങ്ങനെ പ്രതികരിക്കും? ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി യേശുവിന്റെ ചോര സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ഹാബേലിന്റെ ചോര ന്യായവിധിക്കായി നിലവിളിക്കുന്നുവെന്ന് ഉൽപ്പത്തി 4 പറയുന്നു. വെളിപ്പാട് പുസ്തകം എടുക്കുക, 6-ാം അധ്യായം, അതിന്റെ 9-10 വാക്യം വായിക്കുമ്പോൾ അവിടെ രക്തസാക്ഷികളായ ഒരു പറ്റം വിശുദ്ധന്മാരുടെ ആത്മാക്കൾ ദൈവത്തോട് നിലവിളിക്കുന്ന ഭയാനകമായ ഒരു നിലവിളി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടെ ഒന്ന് അടർത്തിയെടുത്ത് വായിച്ചാൽ മാത്രമേ യേശുവിന്റെ ചോരയുടെ സവിശേഷത, ഗുണകരമായി അവൻ സംസാരിക്കുന്നതിന്റെ സവിശേഷത നമുക്ക് മനസ്സിലാകുകയുള്ളൂ. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തം തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കൾ ഞാൻ യാഗപീഠത്തിൻ കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെയിരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. സ്വർഗത്തിലെ ദർശനം അപ്പോസ്തലനായ യോഹന്നാൻ ഉണ്ടാകുന്നു. യോഹന്നാൻ കാണുന്നത് അറുക്കപ്പെട്ട രക്തസാക്ഷികളായ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ ദൈവത്തോട് നിലവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, അല്ലയോ സത്യവാനും നീതിമാനുമായ ദൈവമേ, ഞങ്ങൾ ചൊരിഞ്ഞ ചോരയ്ക്ക് എത്രത്തോളം നീ പ്രതികാരം ചെയ്യാതിരിക്കും? സ്നേഹിതന്മാരെ, യേശുക്രിസ്തുവിന്റെ ചോരയൊഴികെ അവന്റെ നാമത്തിൽ ഇവിടെ ചൊരിയപ്പെട്ട സകല വിശുദ്ധന്മാരുടെയും ചോര ദൈവത്തോട് നിലവിളിക്കുന്നത് അവരുടെ ചോര ചൊരിഞ്ഞവർക്ക് വേണ്ടിയുള്ള ന്യായവിധിക്കാണ്. അവരാരെയും ശിക്ഷിക്കയില്ല, ആരെയും ന്യായം വിധിക്കയില്ല. പക്ഷേ അവരുടെ ചോര ചൊരിഞ്ഞതിന്റെ പ്രതികാരം നടത്തുവാൻ അല്ലയോ ദൈവമേ നീ എന്ത് തയ്യാറാകാതിരിക്കുന്നു? ഇതാണ് വിശുദ്ധന്മാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ചരിത്രം വിവരിക്കുവാൻ നിവൃത്തിയില്ല. അല്ലെങ്കിൽ ഈ ഭാരതം ഉൾപ്പെടെ, കേരളം ഉൾപ്പെടെ കഴിഞ്ഞ നാളുകളിൽ ചൊരിഞ്ഞ ക്രൈസ്തവന്റെ ചോരയ്ക്ക് പ്രതികാരം ഭാഗികമായി ദൈവം ഈ മണ്ണിൽ അക്കമിട്ടും അടിവരയിട്ടും ചോദിച്ചും തെളിയിക്കുവാൻ യാതൊരു സംശയവും എനിക്കില്ലാതെ വണ്ണം തെളിവുകൾ എന്റെ പക്കലുണ്ട്. സ്നേഹിതന്മാരെ, സൗദി അറേബ്യയാണെങ്കിലും, കുവൈറ്റ് ആണെങ്കിലും, സോവിയറ്റ് റഷ്യയാണെങ്കിലും, ഇനിയേറെ അമേരിക്കയാണെങ്കിലും, ഭാരതമാണെങ്കിലും ആര് ഏത് സമയത്ത് ദൈവമക്കളെ തൊട്ടിട്ട് അവരുടെ ചോര താഴേക്ക് വീഴിച്ചിട്ടുണ്ടോ, കാലമേറെ കഴിയും മുമ്പ് ആ മണ്ണിലൊക്കെ ഭാഗികമായ ന്യായവിധി നടത്തി ദൈവത്തിന്റെ ജനത്തെ തൊട്ടവരോട് ദൈവം പ്രതികരിക്കാതെ പോയില്ല. ഒറീസയെ എടുത്ത് പഠിച്ചുകൊള്ളുക, ഗുജറാത്തിനെ പഠിച്ചുകൊള്ളുക, റാന്നി പാലം കണ്ട് പഠിച്ചുകൊള്ളുക. എല്ലാം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. അതിന്റെ എല്ലാം പിന്നിൽ കഥകളുണ്ട്. അതിന്റെ എല്ലാം പിന്നിൽ ദൈവമക്കളെ ചോര വീണ കറുത്ത അധ്യായമുണ്ട്. സ്നേഹിത, നിസ്സാരമായ കാര്യമല്ല. എവിടെ ദൈവം വാളോങ്ങിയിട്ടുണ്ടോ അവിടെ ദൈവദാസന്മാരെ കുരുതി കൊടുത്ത ദാരുണമായ സംഭവം ഉണ്ടായിരിക്കും. അതുകൊണ്ട് വളരെ വേദനയോടെ ഞങ്ങൾ പറയുന്നു, ലോകത്തെ പ്രകാശിപ്പിക്കുവാൻ ദൈവം അയച്ച ദൈവമക്കൾ, ലോകം ചീഞ്ഞു പോകാതെ സൂക്ഷിക്കുവാൻ ദൈവം നൽകിയ ലോകത്തിന്റെ ഉപ്പ്, അങ്ങനെയുള്ള ക്രൈസ്തവരെ തൊട്ട് കൈപൊള്ളിക്കാൻ നിൽക്കരുത്. അതുകൊണ്ട് വിശുദ്ധന്മാരെ തൊട്ടാൽ ശിക്ഷാവിധി ഉണ്ടെന്ന് ബൈബിൾ പറയുന്നു. ലോക സംഭവം വെളിവാക്കുന്നു. അങ്ങനെ നിരവധി വിശുദ്ധന്മാരുടെ ചോര ന്യായവിധിക്കായി നിലവിളിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുവിന്റെ രക്തം അത് ഗുണകരമായി സംസാരിക്കുന്നു. എന്താണ് ആ ചോര സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ കാൽവരിയിലേക്ക് കണ്ണുയർത്തുകയും കാത് കൂർപ്പിക്കുകയും ചെയ്താൽ അവിടെ ഒരു നേരിയ ശബ്ദം കേൾക്കാം. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. കഴിഞ്ഞ വർഷം സുവിശേഷം കേട്ടിട്ടും രക്ഷിക്കപ്പെടാത്തവർ, ഇന്നലെ രാത്രിയിലും ദൈവത്തിന്റെ ആലോചന കേട്ടിട്ട് രക്ഷിക്കപ്പെടാത്ത ആളുകൾ, കഴിഞ്ഞ അനേക വർഷങ്ങളായി സുവിശേഷം അറിഞ്ഞിട്ടും പാപത്തെ ഉപേക്ഷിക്കാത്ത ആളുകൾ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇന്ന് രാത്രിയിലും എന്റെ കർത്താവായ യേശു പിതാവിനോട് തന്റെ മുറിവേറ്റ കരം കാണിച്ചു പറയുന്നു, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവരോട് ക്ഷമിക്കണമേ, ഒരു ദിവസം കൂടെ ക്ഷമിക്കണമേ. ഇന്ന് രാത്രിയിൽ അവർ പാപത്തിന് പരിഹാരം പ്രാപിക്കും. സ്നേഹിതന്മാരെ, അതുകൊണ്ടാണ് ഞാനും നിങ്ങളും ജീവനോടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പാപത്തിന്റെ പട്ടിക പൂരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും സസുഖം വാഴുവാൻ ദൈവം അനുവദിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി യേശുവിന്റെ രക്തം ഗുണകരമായി സംസാരിക്കുന്നു. ആ ചോരയിൽ, ആ ചോര ചൊരിച്ചിലിൽ ആര് വിശ്വസിക്കുന്നുവോ അവർക്കാണ് പാപക്ഷമ, അവർക്കാണ് ശുഭകരമായൊരു ഭാവി. പക്ഷേ അത് വേണ്ടെന്ന് വെക്കാൻ പരിപൂർണ സ്വാതന്ത്ര്യം
ദൈവം നമുക്ക് തന്നിരിക്കുന്നു. 7-ാം അധ്യായം എടുക്കുക, 24-25 വാക്യങ്ങൾ. അതുകൊണ്ടൊന്ന് പറയാതിരിക്കാനൊക്കെയില്ല. എന്റെ സഹോദരി സഹോദരന്മാരെ, വിറയ്ക്കുന്ന ഹൃദയത്തോടുകൂടെയാണ് ദൈവം സാക്ഷി ഞാൻ ഈ പ്രമേയം നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ദൈവത്തിന്റെ പുത്രന്റെ ചോരയെ തൊട്ട് കളിച്ചാൽ അതിന്റെ ഭയാനകത എത്ര വലുതായിരിക്കുമെന്ന് മൂകമായി ചരിത്രം കഴിഞ്ഞ 2000-ഓളം കൊല്ലമായി നമ്മോട് സാക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1935 കൊല്ലത്തെ ചരിത്രമെങ്കിലും യേശുവിനെ ചോരയെ തൊട്ട് കളിച്ചതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ നമ്മുടെ കൺമുമ്പിലുണ്ട്. ഈ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. യേശുവിന്റെ ചോരയ്ക്ക് വിലയില്ലെന്ന് പറഞ്ഞ, യേശുവിന്റെ ചോര നിസാരമെന്ന് പറഞ്ഞ്, യേശുക്രിസ്തുവിന്റെ രക്തം മലിനമെന്ന് നിരൂപിച്ച ഒരു കൂട്ടം ആളുകൾ. വായിച്ചാട്ട വാക്യം. ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാണുക കൈകഴി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു. ഏകദേശം AD 30 പീലാത്തോസിന്റെ കൽത്തളമാണ് രംഗം. 33.5 വയസ്സുള്ള യേശുവെന്ന ആശാരിച്ചെറുക്കനെ കൈബന്ധിച്ച് അവിടെ നിർത്തിയിട്ടുണ്ട്. അവന്റെ ശരീരം മുഴുവൻ ഉഴവുചാൽ പോലെ അടിച്ചു കീറിയിട്ടുണ്ട്. ആ ശിരസിൽ അവർ മുൾക്കിരീടം വെച്ച് ആഞ്ഞടിച്ചിട്ടുണ്ട്. ആ കയ്യിൽ ഒരു ഞാങ്ങണക്കോല് കൊടുത്തിട്ടുണ്ട് അവനെ അപമാനിക്കുവാൻ. അവന്റെ കവിളത്ത് റോമൻ പടയാളികൾ മാറി മാറി അടിച്ച പാടുണ്ട്. ആ കവിളിലെ രോമം അവർ പിഴുതെടുത്തിട്ടുണ്ട്. ആ മുഖത്ത് പലർ കാർക്കിച്ചു തുപ്പിയിട്ടുണ്ട്. അവനൊന്നും മിണ്ടാതെ, ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ലാതെ, രോഗം ശീലിച്ചവനെ പോലെ തല താഴ്ത്തി നിൽക്കുകയാണ്. യഹൂദന്മാരുടെ ആരവാരവും ഇവനെ കൊല്ലണം. ഉടനെ പിലാത്തോസ് മാറി മാറി ഇവനെ വിചാരണ ചെയ്തു. പിലാത്തോസിന് മനസ്സിലായി, റോമൻ ന്യായാധിപന് മനസ്സിലായി, യേശു കുറ്റം ചെയ്തിട്ടില്ല. പലവട്ടം അവന് വിചാരണ ചെയ്തു. അവന് മനസ്സിലായി യേശു നിരപരാധിയാണ്. പിലാത്തോസ് ചോദിച്ചു, സ്നേഹിതന്മാരെ, നമ്മുടെ നിയമമനുസരിച്ച് നാം ഒരു കുറ്റവാളിയെ വിട്ടുതരാറുണ്ടല്ലോ, അങ്ങനെ യേശുവിനെ വിട്ടുതരട്ടെ, പകരം കൊലപാതകനായി ബറബ്ബാസിനെ കൊല്ലട്ടെ. യഹൂദ പരീക്ഷകൾ പറഞ്ഞു, പിലാത്തോസേ, യേശുവിനെ കൊല്ലുക, ബറബ്ബാസിനെ വിട്ടുതരിക, ഇവനെ കൊല്ലണം. പിലാത്തോസ് ആകെ അസ്വസ്ഥനായി. അവനറിയാം യേശു നിരപരാധിയാണ്. അവൻ പറഞ്ഞു, യേശുവിനെ ഞാൻ അടുപ്പിച്ചു വിട്ടയക്കട്ടെ. യഹൂദന്മാർ പറഞ്ഞു, പിലാത്തോസേ, നീ അങ്ങനെ ചെയ്താൽ നീ കൈസറുടെ സ്നേഹിതനല്ല എന്ന് ഞങ്ങൾ പറയും. ഭീരുവായ പിലാത്തോസ്, അധികാരമോഹിയായ പിലാത്തോസ് തന്റെ സിംഹാസനം ആടി ഉലയുന്നത് കണ്ടപ്പോൾ നീതിമാനായ യേശുവിനെ കൊല്ലുവാൻ തീരുമാനിച്ചു. പക്ഷേ ചരിത്രപരമായ ഒരു വിളംബരം അവൻ ചെയ്തു. അവരുടെ രാജ്യനിയമം അനുസരിച്ച് അല്പം വെള്ളമെടുത്ത് ജനം കാണുക കൈ കഴുകി പിലാത്തോസ് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഇത് കേട്ടപ്പോൾ അബ്രഹാമിന്റെ സന്തതി, മോശയുടെ ന്യായപ്രമാണം അറിയാവുന്നവർ, മോശയുടെ ന്യായപ്രമാണത്തിന്റെ പീഠത്തിലിരുന്ന് ഭരണം നടത്തുന്നവർ, വാഗ്ദത്തമുള്ളവർ, ആരാധിക്കാൻ അവകാശമുള്ള സ്വന്തം ജനം, യഹൂദന്മാർ പറഞ്ഞു, അല്ലയോ പിലാത്തോസേ, നീ ഒരു ഭീരുവാണോ? ഈ ആശാരിച്ചെറുക്കനെ ചോര കണ്ടിട്ട് പിലാത്തോസേ നീ ഞെട്ടിവിറയ്ക്കുന്നുവോ? നീ റോമൻ സാമ്രാജ്യത്തിന് അപമാനമാണ് പിലാത്തോസേ. ഇവന്റെ ചോരയോ, ഇവന്റെ ചോര ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. സ്നേഹിതന്മാരെ, നമ്മൾ ഏറ്റെടുത്താ പോരെ, മക്കൾക്കൂടെ ശാപം കൊടുക്കണമോ? റോമൻ നിയമമനുസരിച്ച് ഒരിക്കലും കൊല ചെയ്യാൻ പാടില്ലാത്തവനാണ് യേശുവെന്ന് അറിഞ്ഞിട്ടും പീലാത്തോസ് കൊല്ലുവാൻ തീരുമാനിച്ചു എന്നുള്ളതിനേക്കാൾ ഭയാനകം, ആ ചോര വില കൊടുത്ത് യൂദന്മാർ സ്വന്തമാക്കി മാറ്റി, യഹൂദജാതി സ്വന്തമായിട്ട് മാറ്റി. ഇവന്റെ ചോര ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. യേശുവിനെ കൊണ്ടുപോയി ക്രൂശിച്ചു.